നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പുതിയ മദ്യനയം അടുത്തയാഴ്ച നിലവിൽ വരും എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടാകുമെന്നും പറയുന്നു. പലതവണ കേരളം ആലോചിക്കുകയും മാറ്റിവെക്കുകയും ചെയ്ത തീരുമാനങ്ങളാണ്. ഈ തീരുമാനത്തെ വലിയ രീതിയിൽ അനുകൂലിക്കുന്നവരും കേരളത്തിന്റെ വികസനത്തിന് അത് ആവശ്യമാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഒപ്പം തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് കേരളം പോകരുതെന്ന് വാദിക്കുന്നവരുമുണ്ട്. എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, നേരത്തെയൊക്കെ പലതവണ താങ്കൾ കേട്ടിട്ടുള്ള വാർത്തയാണ്. ഇപ്പോൾ വീണ്ടും ഈ വർഷത്തെ ഏപ്രിൽ വരേണ്ട മദ്യനയമാണ്. അത് അല്പം താമസിച്ചു പല പല ചർച്ചകൾ കൊണ്ട്. ആ മദ്യനയത്തിൽ വീണ്ടും IT പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കാനുള്ള തീരുമാനം, നയപരമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ശ്രീ മുഹമ്മദ്, കേൾക്കാമോ? കേൾക്കാം സാറേ. വിഷയം കേട്ടല്ലോ. നമസ്കാരമുണ്ട്. പറയൂ. മദ്യം കേരളത്തിൽ ഇപ്പൊ ആകെ ഉണ്ട്. ഇനിയിപ്പോ കുറച്ചും കൂടി ചിലപ്പോ അങ്ങനെ ഭേദപ്പെട്ട സ്ഥലങ്ങളിൽ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം പിന്നെ സർക്കാരിനൊരു വരുമാനം, പിന്നെ ജനങ്ങൾക്കൊരു ആവശ്യമാണ്. അപ്പൊ അത് അനുവദിക്കണതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മദ്യം കേരളത്തിൽ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ രീതിയിൽ കൂടി അനുവദിക്കാൻ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് മുഹമ്മദിന്റേത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, വടക്കൻ പറവൂരിൽ നിന്നും കലാധരനാണ്. ശ്രീ കലാധരൻ, താങ്കൾ ഈ വിഷയം കേട്ട് കാണുമല്ലോ. എന്താണ് ഇങ്ങനെ മദ്യശാലകൾ, IT പാർക്കുകൾ തുടങ്ങുന്നത് കേരളത്തിന്റെ വികസനത്തിന് നല്ലതാണോ അതോ ദോഷമാണോ? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? കേരളം വികസിച്ച് പൊട്ടിത്തെറിക്കാറായി കിടക്കുകയല്ലേ. വന്നപ്പോ എത്രയായിരുന്നു മദ്യം? വന്നപ്പോ മദ്യശാലകൾ എത്രയായിരുന്നു? ഇപ്പൊ എത്രയുണ്ട്? ഇനി അമ്പലത്തിന്റെയും പള്ളിയുടെയും വീടിന്റെ മുറ്റത്ത് വരെ കൊണ്ടൊന്ന് വെക്കും ഒരു മദ്യശാല. കാരണം അവർക്ക് അങ്ങനെ പണം ഉണ്ടാക്കാനുണ്ട്, മാർഗമില്ല. ഞാനിപ്പോ കേൾക്കുന്നവർ പറയുന്നുണ്ട് കുറെ എന്താണ് കുറെ ന്യായീകരണ തൊഴിലാളികൾ. എനിക്കിപ്പോ ഈ സത്യം പറഞ്ഞ പൊതുവേദിയിൽ വരണമെന്ന് താല്പര്യമില്ല. ന്യായീകരണ തൊഴിലാളികൾ തള്ളി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങളില്ലേ? അത്തരം ആളുകളും താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയുന്ന പോലെ തന്നെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാമല്ലോ. നമ്മൾ അതിൽ അസഹിഷ്ണുക്കളായിട്ട് കാര്യമില്ലോ. സാറേ, അങ്ങനെയല്ല. ആ അഭിപ്രായം സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു മനസ്സിലായില്ലേ? ഇവർക്കിങ്ങനെ പറയാം രാഷ്ട്രീയ പ്രശ്നമായിട്ട്. അതെ, രാഷ്ട്രീയ പ്രേരിതമുള്ള വസ്തുതപരമായിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഈ IT പാർക്കുകളിലൊക്കെ മദ്യശാലകൾ കേരളത്തിൽ ആണ് ഇല്ലാത്തത്. മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ IT പാർക്കുകളോട് ചേർന്ന് പുതിയ ആഡംബര രീതിയിലൊക്കെയുള്ള ആളൊക്കെ, അല്ലെങ്കിൽ ഇതിൽ വലിയ ശമ്പളം കിട്ടുന്ന ആളുകൾ, അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ, അവർക്കൊക്കെ മദ്യം കഴിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളോടുകൂടിയുള്ള ഹോട്ടലുകൾ, പബ്ബുകളൊക്കെ പല ഈ IT പാർക്കുകളോട് ചേർന്നും ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല സാറേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞു എടുത്തിരിക്കുന്നു, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു, സോറി. ശരി. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായി എന്ന് തോന്നുന്നു. എന്തായാലും വ്യത്യസ്തമായ രണ്ടുപേരും രണ്ട് അഭിപ്രായമാണ് പറഞ്ഞത്. പ്രേമനാണ് പിണറായിയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? മദ്യശാലകളിൽ IT പാർക്കുകൾ ആരംഭിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണോ അതോ ദോഷമാകുമെന്നാണോ? ഒരു ദോഷം ചെയ്യില്ല. മദ്യശാലകൾ അനുവദിക്കുന്നത് കൊണ്ട് കുടിക്കുന്നവരിൽ കുടിക്കും, എല്ലാവരും കുടിക്കുക. കുടിക്കുന്നവരെ എവിടെ പോയിട്ടും കുടിക്കും. അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും, എത്ര ദൂരം പോയി കൊണ്ടുപോയി വെച്ചാലും മദ്യം കഴിക്കുന്ന എവിടെ പോയിട്ട് വേണം കഴിക്കും. അതുകൊണ്ട് അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് മദ്യശാലകൾ വരുന്നത് കൊണ്ട് പിന്നെ എല്ലാവരും പിന്നെ മദ്യപിക്കും എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ട് മദ്യശാല IT പാർക്കുകൾ വെക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി. എന്തായാലും മദ്യശാലകൾ IT പാർക്കുകളിലോട് വരുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന അഭിപ്രായമാണ് പറയുന്നത്. മറ്റു പ്രേക്ഷകനുണ്ട്, ശ്രീ രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് ഇതിൽ ഏത് നിലപാടാണുള്ളത്? രവീന്ദ്രൻ, താങ്കളെ TV-യിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് മറുപടി പറയുമോ? ശ്രീ രവീന്ദ്രൻ, കേൾക്കാമോ? ശരി, മറ്റു പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ഇതിൽ ഏത് പക്ഷക്കാരനാണ്? അല്ല, ഒരു പക്ഷം പിടിക്കണമെങ്കിൽ ഞാനൊരു IT വിദഗ്ധനോ ആ രംഗത്തുള്ള ആളോ ആയിരിക്കണം. എനിക്ക് ആ കൂടിയുള്ള പരിചയം, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആയതുകൊണ്ട് അവിടെ IT പാർക്കിലൂടെയൊക്കെ നടക്കാറുണ്ട്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മൂലം വല്ല പ്രശ്നങ്ങളും ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തത് തെറ്റായി പോയിന്ന് ഇതേ പൊതുവേദിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു രംഗം വരരുത്. അത് അവർക്ക് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിസൂക്ഷ്മമായിട്ട് വേണം. എല്ലാത്തരം വ്യവസായങ്ങളിലെ ആൾക്കാർക്കും ടെൻഷനുണ്ട്, IT മാത്രമല്ല. ഞാൻ സെയിൽസ് ഫീൽഡിലുണ്ടായിരുന്ന വർഷങ്ങളോളം പല സംസ്ഥാനങ്ങൾ പല ഇതൊക്കെ ആയിട്ട് ഏരിയ മാനേജറായിട്ടും റെപ്രസെന്റേറ്റീവ് ഒക്കെ ആയിട്ട്.
എന്ന് വെച്ചിട്ട് ആ ഫീൽഡിലുള്ളവർക്ക് പ്രത്യേക ഒരു മാസം പെർമിറ്റ് കൊടുക്കണം കുടിക്കാൻ എന്നും പറഞ്ഞാൽ ഗുജറാത്തിലൊന്നും പറ്റില്ല, കാരണം അവിടെ സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. പക്ഷെ അവിടെ എല്ലാം വ്യാപകമായി മദ്യം ലഭിക്കുമെന്നാണല്ലോ വാർത്തകളൊക്കെ വരുന്നത്. അതുണ്ട് അതില്ലാത്ത സ്ഥലങ്ങളുണ്ടോ? അത് കള്ളപ്പെട്ടി സാധനങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ നിയമപരമായി തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്. അല്ല, നിയമപരമായിട്ടൊന്നും കിട്ടില്ല, അല്ലാത്ത വഴി കൂടിയ കഷ്ടം പോലെ പഞ്ചാബിൽ നിന്ന് കടത്തിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ IT ഫീൽഡിൽ അതിന്റെ അത് എനിക്ക് ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഓൾറെഡി ഉണ്ട്. IT ഫീൽഡിന്റെ അകത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതുപോലെ ക്രൈം റേറ്റ് വല്ലതും കൂടുകയോ മറ്റതും ഉണ്ടോ എന്നൊക്കെ വളരെ സൂക്ഷിച്ച് വലിയ വിദഗ്ധന്മാരുണ്ടല്ലോ, വിനോദ് ഭട്ടതിരിപ്പാടിനെ പോലെയൊക്കെ ഉള്ളവര്. അതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള സംരക്ഷണം കൊടുക്കണോ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വളരെ സൂക്ഷിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. ശരി, വളരെ ശ്രദ്ധിച്ച് തീരുമാനം എടുക്കണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത്. മറ്റു പ്രേക്ഷകരുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ്. ജയകുമാർ, താങ്കൾക്ക് ഇതിൽ എന്താണ് നിലപാട്? നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. ഇത് നല്ല കാര്യം തന്നെ. സെക്രട്ടേറിയറ്റിലും ആരാധനാലയങ്ങളിലും സ്കൂളുകളിലും സിവിൽ സ്റ്റേഷനിലും മറ്റുള്ള മെയിൻ ഓഫീസുകളിലും കൂടെ നടപ്പാക്കിയെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ ആരാധനാലയങ്ങളും സെക്രട്ടേറിയറ്റും ഒക്കെ പോലെയാണോ ഒരു കമ്പനി IT ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ? അവിടെ ഈ ആൾക്കാരല്ലേ മനസ്സിലല്ലേ ഉള്ളത്. IT പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. ഇത് കഴിച്ചാലേ മറ്റേ ഇത് നടക്കുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലൂടെ കൊണ്ടുവന്നാൽ വളരെ നന്നായിരുന്നു. ശരി, എന്തായാലും താങ്കൾ സെറ്റാരിക്കലായി പറഞ്ഞ താങ്കളുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ജിസൺ ആണ്. ശ്രീ ജിസൺ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ഈ IT പാർക്കുകളോടൊക്കെ ചേർന്ന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പബ്ബുകളും മദ്യശാലകളും ഒക്കെ വരുന്നത് ഗുണം ചെയ്യുമെന്നാണോ അതോ ആകെ കേരളത്തിന് ദോഷം ചെയ്യുമെന്നാണോ? എന്താണ് അഭിപ്രായം? ഒരു പരിധി വരെ ആണ് എങ്കിൽ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം മദ്യം മറ്റു ഇത് വന്നു കഴിയുമ്പോൾ മദ്യം എന്ന് പറഞ്ഞാൽ സ്വബോധം കളയുന്നതാണ്. സ്വബോധം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, നാട്ടിലും പോലീസുകാർക്കും തലവേദനയായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഹോസ്പിറ്റലിലൊക്കെ. അപ്പം അതിനൊരു ചാൻസ് ആണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. അതില്ലാതെ ഇരിക്കുകയാണെങ്കിൽ മദ്യശാല ഇല്ലാതെ കരുതി അവർ മദ്യപിക്കാതിരിക്കുമോ? അത് ശരിയാണ്, ഇല്ലാതെ കഴിക്കുകയല്ല പറഞ്ഞത്. എന്നാലും അത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പരിധി വരെ നല്ലതാണ് നമുക്ക് പറയാൻ പറ്റും. അനുകൂലിക്കുന്നവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വിദേശത്തായാലും മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ ഇങ്ങനെ IT പാർക്കുകളോട് ചേർന്ന് അവിടെ പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് ആധുനിക സൗകര്യങ്ങളോടെ കൂടിയ പബ്ബുകളും നൈറ്റ് ക്ലബ്ബുകളും ഒക്കെ അവരുടെ അതിൻ്റെതായിട്ടുള്ള മര്യാദകൾ അവര് പൊതുജനങ്ങൾക്ക് ബോധമുണ്ട്. ഇത് ഇപ്പൊ ഇവിടെ ഉള്ള നമ്മുടെ സാഹചര്യവും കാര്യങ്ങളും അങ്ങനെ അല്ലല്ലോ. ശരി, നമ്മൾ അത്തരം ഒരു ബോധത്തിലേക്ക് കൂടി ഉയരണം എന്നാണ് താങ്കൾ പറയുന്നല്ലേ. ശരി, എന്തായാലും മറ്റു പ്രേക്ഷകനുണ്ട്. ഓച്ചിറയിൽ നിന്നും ബിനു ആണ്. ശ്രീ ബിനു, താങ്കൾ ഈ വിഷയം കേട്ടല്ലോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇങ്ങനെ മദ്യശാലകൾ തുടങ്ങണമെന്നാണോ അതോ വേണ്ട എന്നാണോ? സാറേ, മദ്യം ഗുണവും ചെയ്യും ദോഷവും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഗുണവും ദോഷവും? ശ്രീ ബിനു പറയാം. ബിനു TV ശ്രദ്ധിക്കാതെ പറയും. ഗുണവും ചെയ്യും ദോഷവും ചെയ്യും. ശരി, അത്രയുള്ള അഭിപ്രായം. ശരി, മറ്റേ പ്രേക്ഷകരുണ്ട്. ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, എന്താണ് താങ്കൾക്ക് ഈ പുതിയ മദ്യനയത്തിൽ IT പാർക്കുകളോട് ചേർന്ന് മദ്യശാലകൾ ആരംഭിക്കാനുള്ള പ്രത്യേക വ്യവസ്ഥകളോടുകൂടിയുള്ള സൗകര്യങ്ങളോടുള്ള മദ്യശാലകൾ പബ്ബുകളൊക്കെ ആരംഭിക്കാനുള്ള ചർച്ചകൾ പലതവണ നടന്നതാണ്, പിന്നീട് മാറ്റിവെച്ചതാണ്. ഇപ്പോൾ അങ്ങനെ വീണ്ടും അത് ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള മദ്യശാലകളും ഈ IT പാർക്കുകളിൽ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവരവരുടെ ജോലിക്ക് ശേഷം പിന്നെ അവര് ടൂറിസ്റ്റ് കോർപ്പറേഷന്റെ മുമ്പിലും ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ കൊടുക്കുകയാണ്. പിന്നെ ഇതിനകത്ത് അല്ലാതെ പുറത്തുനിന്നുള്ളവർക്കും കൂടെ വാങ്ങിക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണെങ്കിൽ കച്ചവടത്തിന് കുറച്ചുകൂടെ കൂടുതൽ വരും. പക്ഷെ പുറത്തുനിന്നുള്ളവർ അതിനേക്ക് അനുവദിക്കുമ്പോഴുള്ള പ്രശ്നം, ഈ വരുന്നതിനൊരു നിലവാരമുള്ളവരായിരിക്കും അകത്തോട്ട് കയറ്റേണ്ടത്. താഴെ നിലവാരത്തിലുള്ളവരെ കയറ്റുകയാണെങ്കിൽ പിന്നെ IT പാർക്കുകൾ വളരെ മോശമായ രീതിയിലേക്ക് പോകും. സംസ്ഥാനത്തിന്റെ ഒരു വലിയ വരുമാനം ഈ മദ്യം തന്നെയാണ്. മദ്യം അല്ലാത്തൊരു വരുമാനം നമുക്കില്ലല്ലോ. ശരി, മദ്യവും ഒരു പ്രധാന വരുമാനമാണ്. മറ്റ് വരുമാന മാർഗ്ഗങ്ങളും സ്വാഭാവികമായും സംസ്ഥാനത്തിലുണ്ട്. മറ്റ് പ്രഷറുണ്ട്. ദുബായിൽ നിന്നും അബ്ദുൾ റഹ്മാനാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾ വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് കേരളത്തിലും ആ തരത്തിലൊക്കെ വിദേശത്തൊക്കെ ഉള്ളതുപോലെ IT പാർക്കുകളോട് ചേർന്ന് ഇത്തരം പബ്ബുകളും മദ്യശാലകളും ഒക്കെ തുടങ്ങുന്നത് നല്ലതാണോ അതോ നമ്മളെ ആകെ കുഴപ്പത്തിലാക്കുമോ? ഇല്ലില്ല, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IT പാർക്കിനോട് കൂടി ചേർന്ന് തന്നെ ഞാൻ തുടക്കം തന്നെ ഒരു കാര്യം പറയാം. എന്റെ റൂമിൽ മദ്യപിക്കുന്നവർ വരാറില്ല, വരുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ഹലോ
കേൾക്കാം അത് ഓരോരുത്തരുടെ സ്വകാര്യമായ ഇഷ്ടങ്ങളാണല്ലോ അത് മദ്യപിക്കുന്നത് അപ്പൊ അല്ല ഇനിയിപ്പോ ഞാൻ ഇതിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ഇത് IT മേഖല തുടങ്ങുന്നത് വളരെ നല്ല. കാരണം തന്നെ അവിടെ ജോലി ചെയ്യുന്നവര് കൂടുതൽ പൈസ കൊടുത്തിട്ട് ബിവറേജിൽ പോയിട്ട് ലൈൻ നിർത്തിയിട്ട് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അതെനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. ഇവിടെ ഗൾഫിൽ വന്നപ്പോ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തുടങ്ങുന്നത് കൊണ്ട് നല്ലതാണല്ലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവര് ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുടിക്കാത്ത ആള് പോലും 2 കുപ്പി മേടിക്കുമ്പോൾ അവനക്ക് ഒരു 1/2 കുപ്പി അല്ലെങ്കിൽ 3 മേടിച്ചു കഴിഞ്ഞാൽ 1 കുപ്പി അവനക്കൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ കുടിക്കാത്തവരും കുടിക്കുന്നു, ഇല്ലെങ്കിൽ അവൻ അത് മറിച്ചു വിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്തല്ലാതെ പിന്നെ അല്ലാതെ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ അവിടെ സ്ഥലത്തൊന്നും പോയിട്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ഒന്നും തുടങ്ങാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സെലക്ട് ചെയ്തിട്ട് തുടങ്ങേണ്ടത്. എന്നാല് കുറെ ഭാഗം അതുപോലെ തന്നെ മദ്രസകള്, സ്കൂളുകള് ഇവിടെ ഒന്നും അല്ലല്ല ഉള്ളത്. അവിടെ നിന്നൊക്കെ കുറെ ദൂരത്തേക്ക് മാറ്റിയിട്ട് ഇപ്പൊ ഗൾഫിലെന്ന് പറഞ്ഞാൽ അതിനുള്ള ഓരോരോ സ്ഥലങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാതും പറഞ്ഞാൽ പരക്കാൻ കൊടുത്തിട്ടില്ല. അതുമാതിരിയുള്ള സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള IT മേഖല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുക്കുന്നത്. അല്ലാതെ ഇത് റെയിൽവേ സ്റ്റേഷനിലെല്ലാം എത്ര ഉണ്ട്, എന്നിട്ട് എല്ലാ ജനങ്ങളും അവിടെ സാധാരണക്കാരനും എല്ലാം ഇങ്ങനെ കുടിയിലേക്ക് പോകാൻ കാരണം എന്താണ്? റെയിൽവേ സ്റ്റേഷനിലും അവിടെ ഇവിടെ എല്ലാം തുടങ്ങിയതുകൊണ്ടല്ലേ. IT മേഖല എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ അതിന് യോജിച്ച, അതിന് കുറച്ച് വിദ്യാഭ്യാസമുള്ള, സാധാരണക്കാരന് എത്തപ്പെടാത്ത ആ സ്ഥലങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും പോയിട്ട് കുറിച്ച് അറിയുന്നവരായിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടാ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തുടങ്ങുക. അപ്പം ഇതായിട്ട് അതുപോലെ ഇത് സൂപ്പർ മാർക്കറ്റിലേക്കൊന്നും ഇനി വരാതിരിക്കുക. അതെല്ലാം മുൻപ് തുടങ്ങണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇതിലൊന്നും ഗവൺമെന്റ് വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള കടകളിലേക്ക് കൊടുക്കുന്നത് അതിനെല്ലാം അനുമതി കൊടുക്കരുത്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ് നല്ലത്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഹരിപ്പാട് നിന്നും രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ഇതിനെ ശക്തമായി എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്. താങ്കൾ ഇതിൽ എവിടെയാണ് നിൽക്കുന്നത്? നമസ്കാരം സാറേ. ഞാൻ ഹരിപ്പാട് മുട്ടത്താണ്. എനിക്ക് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ നമ്മുടെ നാടിന്റെ ഗതി അനുസരിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളമടിച്ച പ്രശ്നം ഉണ്ടാക്കുന്ന പിന്നെ ഹോസ്പിറ്റലുകളിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വെള്ളം ഉണ്ടാക്കുന്ന കുടിച്ചു വെള്ളം ഉണ്ടാക്കുന്ന ആശുപത്രി. അപ്പൊ ആശുപത്രിയുടെ വന്നിട്ട് വിളിച്ചിട്ട് അവരെ തിരക്കി പിടിച്ച് പോകണ്ടല്ലോ, അവിടെ കൊണ്ട് ഇത് കിട്ടാത്ത അവിടെ അല്ല ഉള്ളൂ. താങ്കൾ ആശുപത്രിയിൽ ബഹളം വെക്കുന്നതുകൊണ്ട് അവിടെ തുടങ്ങണമെന്നുള്ള ഒരു സറ്റാരിക്കൽ അഭിപ്രായം അല്ലേ? അല്ല സാറേ, ഇപ്പൊ അവരെ പിടിച്ചോണ്ട് അവിടെ ചെല്ലുന്നതിനേക്കാളും അവർ അവിടെ പിടിച്ചിട്ട് അവിടെ തന്നെ ബഹളം ഉണ്ടാക്കിയുള്ളൂ. അവരെ തിരക്കി പോലീസ് ഉണ്ടാക്കണ്ടല്ലോ, പോലീസിന്റെ വ്യവസ്ഥ ഉണ്ടല്ലോ. ശരി, എന്തായാലും മറ്റു പ്രശ്നം കൂടിയുണ്ട്. ചോറ്റാനിക്കരയിൽ നിന്നും പുരുഷോത്തമനാണ്. ശ്രീ പുരുഷോത്തമൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത് മദ്യശാല കേരളത്തിൽ എല്ലായിടത്തും വേണം. പക്ഷെ IT പാർക്കുകളിൽ മദ്യശാല വേണ്ട എന്നൊരു അഭിപ്രായമാണ് ഞാൻ എന്റെ എല്ലായിടത്തും വേണം, പക്ഷെ IT പാർക്കുകൾ മാത്രം വേണ്ടെന്ന് പറയുന്നത്. അവിടെ നമ്മളൊരു നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്ന മേഖലയാണ്. മദ്യശാല പഞ്ചായത്തുകൾ മുഴുവനും കേരളത്തിലെല്ലാം ഒതുങ്ങിയ സ്ഥലത്ത് ശല്യമില്ലാത്ത രീതിയിൽ വരുന്നതിൽ എനിക്ക് എതിർപ്പില്ല, കഴിക്കുന്നവർ കഴിച്ചോട്ടെ. പക്ഷെ പൊതുസമൂഹത്തിന് എതിർപ്പുണ്ടാവരുത്. കൃത്യമായ രീതിയിൽ അതിന് വകുപ്പും പോലീസും അത്തരം സൗകര്യങ്ങളൊക്കെ ആലോചിച്ചാവില്ല അവർ ഇങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങുമ്പോൾ അവർക്ക് ജോലി സമയം കഴിഞ്ഞിട്ട് അവിടെ പോകാനുള്ള സൗകര്യം, അങ്ങനെ ചില വ്യവസ്ഥകളൊക്കെ കൂടിയാണ് കഴിഞ്ഞ തവണ വീണ്ടും ചർച്ചയായതാണ്. അന്ന് മാറ്റിവെച്ചൊരു തീരുമാനം കൂടിയാണിത്. ശരി, അങ്ങനെ ആണ് എന്റെ അഭിപ്രായം സാറേ. ശരി, എന്തായാലും അഭിപ്രായം പറഞ്ഞതിന് പ്രത്യേകം നന്ദി. എന്തായാലും ഈ വിഷയത്തിൽ വീണ്ടും ചർച്ച തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരള സർക്കാരിൻ്റെ മദ്യനയം അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. എന്തായാലും മദ്യനയത്തിൽ IT പാർക്കുകളോട് ചേർന്ന മദ്യശാലകൾ ആരംഭിക്കുക എന്ന കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുകയും പലതവണ മാറ്റിവെക്കുകയും ഒക്കെ ചെയ്ത തീരുമാനം ഇക്കുറി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. എന്തായാലും അടുത്ത പ്രശ്നം എത്തുന്നത് കോഴിക്കോട് നിന്നും രാജനാണ്. ശ്രീ രാജൻ, എങ്ങനെയാണ് താങ്കൾ ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ അതോ വിയോജിക്കുകയാണോ? മദ്യനയം നടപ്പിലാക്കിയില്ലെങ്കിൽ ഇവിടെ ലഹരി വസ്തുക്കളും പുറത്തുനിന്ന് ആൾക്കാളും ഒഴുകും. അത് ജനങ്ങളുടെ ജീവന് അതിനേക്കാളും ദുരിതമാകും. മദ്യനയം ഒരു കണക്കിന് ഞാൻ അനുകൂലിക്കുന്നു. കാരണം മദ്യ ദുരന്തങ്ങൾ പലതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം വിഷം ചേർന്ന മദ്യങ്ങൾ, ആൽക്കഹോൾ, സ്പിരിറ്റ്, വിഷം ചേർന്ന സ്പിരിറ്റ്, ലഹരി വസ്തുക്കൾ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മദ്യനയം ഇല്ലെങ്കിൽ ഒരു വിപത്തായി മാറും. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുടെ തൃശ്ശൂരിൽ നിന്നും ജോസഫാണ്. ശ്രീ ജോസഫ്,
അടുത്ത മദ്യനയത്തിൽ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുന്ന മദ്യനയത്തിൽ IT പാർക്കുകളോട് ചേർന്ന് ഈ പബ്ബുകളൊക്കെ ആരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടാവും എന്ന് അറിയുന്നു. എന്താണ് താങ്കൾക്ക് ഇതിനോട് ഈ തീരുമാനത്തോട് താങ്കൾ യോജിക്കുമോ അതോ വിയോജിക്കുമോ? എന്താണ് അഭിപ്രായം? എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു തൊഴിലിടമാണ് ഒരു IT പാർക്ക് എന്ന് പറയുന്നത്. ഈ IT പാർക്കില് മദ്യം എന്നൊരു സംഭവം വിളംബരം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ജോലിയുടെ മാന്യതയുണ്ട്. ഈ ഒരു സിസ്റ്റം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ മദ്യം നേരത്തെയും ചർച്ചയൊക്കെ വന്നാണ് പാർക്കിൽ മദ്യം വിളമ്പുക എന്നുള്ളതല്ലോ. ഈ IT പാർക്കുകളോട് ചേർന്ന് അവർക്ക് പുറത്തു പോയി കൂടുതൽ ദൂരത്ത് പോയി മദ്യം ക്യൂ നിന്നോ അല്ലാതൊക്കെ വാങ്ങുന്നതിന് പകരം IT പാർക്കുകളോട് ചേർന്ന് മദ്യശാലകൾ പബ്ബുകളൊക്കെ ഉണ്ടാക്കുക, അവിടെ അവർക്ക് ഒഴിവു സമയങ്ങളിൽ പോകാനും മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാനും അവസരം ഒരുക്കുക. ഓക്കെ, കേരളം എന്ന രാജ്യത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള കുറെ നന്മകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അതിൽ നിന്ന് എത്രയോ മറ്റ് കുറെ സംസ്കാരങ്ങള്, നമുക്കറിയാലോ, ഒരു പബ്ബ് പോലത്തെ സംസ്കാരം വരുമ്പോൾ അതിനോട് കണക്റ്റഡ് ആയിട്ട് കുറെ ലോകത്തിന്റെ മ്ലേച്ഛതകള് ലൈവ് ആവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കുക. ഒപ്പം കേരളം എന്നൊരു സംസ്ഥാനത്തിന് IT പാർക്ക് പോലെ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കുറെ ബിസിനസിന്റെ പല മേഖലകളും IT പാർക്ക് മറ്റ് പാർക്കുകളായി ബന്ധപ്പെട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനോടൊക്കെ ചേർന്ന് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അതിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ്. ഇപ്പോൾ IT പാർക്ക് എന്ന് പറഞ്ഞ് ഈ ഒരു മദ്യശാലകളുടെ അനുവാദവും അല്ലെങ്കിൽ പബ്ബിന്റെ പോലത്തെ അനുവാദങ്ങൾ വരുന്നു. തുടർച്ചയായിട്ട് മറ്റ് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് അതിനോട് ചേർന്നുമൊക്കെ ഇങ്ങനെയുള്ള അനുവാദങ്ങൾ വരുമ്പോൾ അത് വളരെ ഒരു മോശം സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന വലിയ ഒരു ആളുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ മദ്യോപഭോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പലപ്പോഴും മുന്നിൽ നിൽക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളിൽ കേരളവും പെടുന്നു. തീർച്ചയായിട്ടും നമ്മളതിനെ അവഗണിച്ചുകൊണ്ടല്ല പറയുന്നത്. എങ്കിലും വളർന്നു വരുന്ന ഒരു തലമുറയെ നോക്കി കാണുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ അത് താങ്കളുടെ ആശങ്ക നിങ്ങൾ പങ്കുവച്ചു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഉണ്ണികൃഷ്ണനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, എങ്ങനെയാണ് ഈ IT പാർക്കുകളോട് ചേർന്ന് മദ്യശാലകൾ തുടങ്ങുന്നതിന് താങ്കൾ അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ? എന്താണ് അഭിപ്രായം? തീർച്ചയായും അനുകൂലിക്കുകയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT പാർക്കിൽ മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ എല്ലാ ബീച്ചുകളിലും നമ്മൾ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് മദ്യശാലകൾ തുടങ്ങണം. കാരണം ഇപ്പൊ ഗോവയില് എല്ലാ ബീച്ചിൽ പോയാലും നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഷാക്കുകളുണ്ട്, അവിടെ ഇരുന്ന് മദ്യപിക്കാം. ഗോവയിൽ ഇത്ര എല്ലാ വീടുകളോടും അനുബന്ധിച്ച് മദ്യശാലകളുണ്ട്. എന്നിട്ടും അവിടെ ആരും വഴിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ട്, കേരളത്തില് ആൾക്കാർ എത്ര വഴി കിടക്കുന്നുണ്ട് അതിന്റെ 1% പോലും അവിടെ ഇല്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് താങ്കൾ പറഞ്ഞത്. മദ്യം കഴിക്കുന്നതിലുള്ള സംസ്കാരത്തിന്റെ കൂടി വ്യത്യാസമാവണം. അതെ, അത് മാത്രമല്ല ഇന്നിപ്പോ അവൈലബിലിറ്റി കുറവാവുക കാരണം എല്ലാവരും അത് കളക്ട് ചെയ്ത് ശേഖരിച്ച് വെക്കുകയും ബ്ലാക്കിൽ വിൽക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന്റെ അവൈലബിലിറ്റി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നൊരു സംസ്കാരം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയാ അതിനെ എല്ലാവരിലും എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ട് എങ്ങനെ മദ്യപിക്കണം എന്നും കൂടി എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇത്. ശരി, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന്റെ ആവശ്യത്തെ കുറിച്ചാണ് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരിൽ എന്ന് പറഞ്ഞത്. ബാലേന്ദ്രനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബാലേന്ദ്രൻ, നമ്മുടെ സമയം അവസാനിക്കാറായി, ചുരുക്കി പറയണം, എന്താണ് താങ്കളുടെ അഭിപ്രായം? 100% യോജിപ്പാണ്. ഇത് തുടങ്ങുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഹലോ, താങ്കൾ പറഞ്ഞോളൂ. അത് തന്നെ, ഇത് നിയന്ത്രണം കൊണ്ടുവരുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് ഇത് കൊടുത്ത് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പെർമിറ്റ് കൊടുത്ത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് അവരെ ഇവിടെ ഉപയോഗിക്കട്ടെ, നോ പ്രോബ്ലം. ശരി, മറ്റേ പ്രേക്ഷകൻ കൂടിയുണ്ട്, സുരാജാണ് അരൂരിൽ നിന്നും. സുരാജ്, എങ്ങനെയാണ് താങ്കൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു മദ്യനയം വന്നാൽ അതോ താങ്കൾ അതിനോട് എതിർക്കുകയാണോ? സുരാജിന്റെ കോളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും പ്രേക്ഷകർ വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞത്. ഈ IT പാർക്കുകളോട് ചേർന്ന് മദ്യശാലകൾ ആരംഭിക്കുന്നത് ഗുണമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെയുണ്ട്. ആ സംവിധാനം കേരളത്തിലും തുടങ്ങാം. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ് മലയാളി പഠിക്കേണ്ട ശീലം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും എതിർത്തവരുമുണ്ട്. കേരളത്തിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും മദ്യശാലകൾ തുടരേണ്ടതില്ല എന്ന അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായമാണ് പ്രേക്ഷകർ പ്രതികരിച്ചത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയമായി.